ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് August 15 ഒരു പുതിയൊരു സ്വാതന്ത്ര്യത്തിനും കൂടെ അല്ലേ ഇത് സ്കൂളിൽ പോകാഞ്ഞ് കൊരങ്ങ നോക്കി കുത്തിറക്കണ്ടില്ല. സ്കൂളിൽ പോയി പായസം കുടിച്ച സമയത്ത് പോവാതെ ഇവിടെ കുത്തിറക്കുക. ഉറങ്ങിയായിരുന്നു, ഞാനും ഉറങ്ങിയായിരുന്നു. അതുകൊണ്ട് അങ്ങാടിക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഒരു കടയിൽ പോയിട്ട് നോക്കുക അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി വെയിറ്റിയാണ്. ചായ കുടിച്ച് നമുക്ക് ഷോപ്പിൽ പോകണം. ഓക്കെ, നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. രാവിലത്തെ വർക്കൗട്ട് ചെയ്തിട്ടില്ല, പള്ളിക്ക് പോയി എന്നിട്ട് നമുക്ക് ഇറങ്ങി. അപ്പം ഇനി രാത്രി വർക്കൗട്ട് ചെയ്യണം ഇന്നലത്തെ പോലെ തന്നെ. ഓക്കെ, നമുക്ക് ഫുഡ് വെച്ചിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പുട്ടും ബ്രെഡും മുട്ടപൊരിച്ചതുണ്ട്. പുട്ടയ്ക്ക് കടലക്കറി കാണാൻ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ കടലക്കറി കൂട്ടിയിട്ടുള്ള പുട്ട് കഴിഞ്ഞത് കാണാം കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇതാണ് മക്കളെ നല്ല കർക്കിടകം. നല്ല ഇരുണ്ട് മൂടിയ അന്തരീക്ഷമാണ്. നന്നായിട്ട് കൃത്യമായി പെയ്യുന്നുണ്ട്. നമുക്ക് വേഗം ഷോപ്പിലേക്ക് പോയാൽ കേട്ടോ. ഇപ്പം മഴയൊക്കെ ആകുമ്പോൾ കോട്ട് ഇട്ടാണ്ട് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ കോട്ടിട്ട് പോകണമല്ലോ എന്നുള്ളൊരു കിടപ്പുണ്ട്. ഞങ്ങൾ പോയി കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇറങ്ങുമ്പോൾ തന്നെ മഴ എന്ന് പറയുമ്പോൾ ഒരു ഇടങ്ങേറാണ്. എന്തായാലും ഷോപ്പ് പോയേക്കാം, അവിടെ നിന്ന് കാണാം. ഇപ്പം നമ്മൾ ഷോപ്പിലെത്തിട്ടോ, അവിടെ തുറന്നാണ്. എന്തായാലും August 15 ഒരു പൊടി വെച്ചേക്കാം. ഒരു ഫ്ലാഗ് എന്നാണ് കടയിൽ വെക്കാലോ. ഇതൊക്കെ എത്രയാ? ഇതോ 10 തന്നെ ആയിക്കോട്ടെ അല്ലേ. അടിപൊളി ഫ്ലാഗ്. കേട്ടോ, നമുക്ക് ഇതിലൂടെയൊക്കെ സ്ഥാപിക്കാം. August 15 ആകുമ്പോൾ മാത്രം ഒരു പൊടി വെക്കേണ്ട ആവശ്യം നമുക്ക് ആർക്കും ഇല്ല. അങ്ങനെ പൊടി വെച്ചിട്ടുള്ള രാജ്യസ്നേഹം കാണിക്കേണ്ട ആവശ്യം നമുക്ക് ആർക്കും ഇല്ല. പിന്നെ ഇതൊക്കെ ഒരു തീരുമാനം ആകുന്നതുകൊണ്ട് ആ ഒരു ഇതിൻ്റെ ഭാഗമാക്കി വെച്ചാൽ മാത്രം. നമ്മളൊക്കെ രാജ്യസ്നേഹം വെറും പൊടിമേൽ അടക്കാനുള്ള സംഭവമല്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു കുറവ് വേണ്ട, മുമ്പ് തന്നെ വെച്ചോ. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യദിനത്തിൽ ലീവൊന്നുമില്ല, ജോബ് മസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ കച്ചവടം കാര്യങ്ങളൊക്കെ നോക്കട്ടോ. നല്ല മഴയാണ്, ആൾക്കാരൊന്നും വരാൻ ചാൻസ് ഇല്ല. പൊതുവെ കുട്ടികൾക്കൊക്കെ സ്കൂൾ ലീവ് ആയതുകൊണ്ട് ഇന്ന് വെള്ളി, നാളെ ശനി ഞായർ എവിടെയെങ്കിലൊക്കെ ടൂർ പോയിട്ടുണ്ടാവും. ടൗണിലൊക്കെ വളരെ ആൾ കുറവാൻ സാധ്യത. നോക്കാം. അതൊക്കെ ഓർഡർ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു. സമയം ഇപ്പോൾ 12:20 നമുക്ക് പള്ളിയിൽ പോകാൻ ടൈമായി. ഇന്ന് വെള്ളിയാഴ്ച കൂടിയാണ്. കൊല്ലത്ത് ജുമാ മുബാറക്. നമുക്ക് ജുമാസ്കാരത്തിൽ നാട്ടിൽ പള്ളിക്ക് പോകണം. ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടാണ് വരിക. അപ്പോൾ വേഗം പോയോട്ടെ, അടുത്തിട്ട് കാണാം. വീട്ടിലെത്തി. ജുമാ തുടങ്ങി കേട്ടോ. നമ്മൾ കടടച്ച് ഇറങ്ങാൻ നേരത്ത് ഒരു കസ്റ്റമർ വന്നു. ഒരു ഇന്നലെ മരുന്ന് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ തിരിച്ച് കടയ്ക്കാൻ പോകേണ്ടി വന്നു. അങ്ങനെ കുറച്ച് ലേറ്റായി. ഇനി നമുക്ക് വേഗം പള്ളിയിൽ പോട്ടോ. ചിക്കൻ കണ്ടു വരാം. നമസ്കാരം കഴിഞ്ഞു. എല്ലാവരും പോകണം. ജാസിമും എടുക്കുക. ജാസിം എടുക്കുക. അങ്ങോട്ട് പോകണം. പല്ലൂൺ എടുക്കാനോ? അതൊന്നും ഇപ്പം എടുക്കണ്ട. ഒരു വൈകുന്നേരം എടുത്താൽ മതി. മറ്റേ കുട്ടികളൊക്കെ പൊട്ടിക്കും. നിങ്ങൾ എടുക്കണ്ടായി ബാക്കി കുട്ടികളൊക്കെ പൊട്ടിക്കും. അപ്പം വീഡിയോക്ക് നല്ല കഷ്ടമാണ്. കുറെ പ്രവാസികൾ തിരിച്ചു പോയപ്പോൾ പുതിയ ആൾക്കാർ നാട്ടിൽ വന്നു. പോയി പായസ് പോയി. ശരിക്ക് പോകാൻ നോക്കട്ടെ. അറിയിക്കുന്നുണ്ടോ? ആപ്പുണ്ട്. ഷബാബാരിക്കിൻ്റെ മുഖപത്രം കാണിച്ചു നോക്കട്ടെ. ഇത് ഷബാബിൻ്റെ ഫ്രണ്ടേജാണ് കണ്ടത്. രാഹുൽ ഗാന്ധി പക്കത്ത് കൊടുത്താൽ മതി. ചെറിയൊരു മഴ പെയ്ത് പോയിട്ടുണ്ട്. പരിപാടിയൊക്കെ നടക്കടാ, കരിക്ക് നടക്കടാ. എനിക്ക് ബാലവും പൊട്ടിച്ചാണല്ലേ. ആ കുട്ടികൾക്ക് കിട്ടിയ ബാലവും പൊട്ടിച്ചാൽ നടക്കുക. സ്വന്തം സ്കൂൾക്ക് പോകാതെ
എവിടെയത് ആ GMLP അത് പഠിച്ചു കഴിഞ്ഞാൽ എന്നെ പുറത്താക്കിയില്ല. ഇനി ഇപ്പൊ പോണ്ടി അയ്യടാ റഹ്മാനിയിലാണ് ഇപ്പം. അങ്ങോട്ട് പോവാതെ പായസം കുടിച്ചാൻ വേണ്ടിട്ട് LP സ്കൂളിൽ പോയി എന്നൊക്കെ അവനെ ഏതാ ഉടായിപ്പെന്ന് പറയാം. വേറെ കൈമാക്കാൻ നിൽക്കണ്ട. പിന്നെ പോവില്ല, ഡ്രസ്സൊന്നും പോവില്ല. നിങ്ങളിപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ കോട ധാറായി നമുക്കൊക്കെ ഉണ്ടെങ്കിൽ പരിപാടി ധാറിൻ്റെ ടീം വന്ന് അങ്ങനെ ചോറിൻ്റെ അടുത്ത് ഇങ്ങനെ ഉരുളാക്കി ഇങ്ങനെ കൊണ്ടിടക്കും. പിന്നെ മറന്നാണ്ട് എവിടെയെങ്കിലൊക്കെ വെച്ച് അതാണ് ഡ്രസ്സുമ്മലൊക്കെ ആവും. നമ്മളെ ബാക്കിയല്ലേ പിന്നെ അങ്ങനെയല്ലേ ഒരാൾക്ക്. അത് എനിക്കൊരു സർപ്രൈസ് ആയി പോയല്ലോടാ. ഇതാരതാ അക്കിയൊക്കെ കൊണ്ടുവന്ന വീണ്ടും ലവ് ബേഡ്സിന് പുറകെ പ്രാവ് എത്തി. അപ്പം ഇനി വൈകാതെ വീട് ഫുള്ള് പണ്ടത്തെ പോലെ ഓരോരോ ഐറ്റംസ് വരും. താറാവ്, മുയല്, അങ്ങനെ പല ഐറ്റങ്ങളൊക്കെ അപ്പം ഇനി വരാണ്ടാവും. ലവ് ബേഡ്സ് മാത്രമേ ഉള്ളൂ ഇതിന്. ഇപ്പൊ കുറെ കഴിഞ്ഞപ്പോ പ്രാവ് വന്നാണ്. മീനോ? മീൻ നിങ്ങളെ കുറച്ച് എവിടെ? ആ ടാങ്കിലല്ല, പണ്ടേ ഉള്ളതാണ്. പഞ്ചായത്ത് നിന്ന് കിട്ടുന്ന മീനൊക്കെ ഇട്ടാ ടാങ്കിന്റെ മുകളില്. വേറെ പുതിയ കൊണ്ടുവന്നുണ്ടോ? ഒരു പുതിയ കൊണ്ടുവന്നിട്ടാണല്ലോ. നമ്മളറിയാതെ നമ്മളെ പെரிய പല കാര്യങ്ങളും നടക്കുന്നു. ഇപ്പൊ ഫസ്റ്റ് കൊണ്ടുവന്നിട്ടപ്പോ എത്ര ഉണ്ടായിരുന്നു? ഇപ്പൊ ഒരു വർഷമായി. അയ്യോ പെര പൂട്ടി പോയിക്കണ. ഇരട്ട വന്നിട്ട് നല്ലോണം ബൈക്കില്ല. ഫുഡ് കഴിക്കട. ഫുഡ് വെച്ചിട്ട് വേണം കടയ്ക്ക് പോകാൻ. എക്കടാ പോയി ചോറൊക്കെ നോക്കിയിട്ട് അങ്ങനെ കറങ്ങി എടുക്കാതെ. എന്താണ് കൂടി? ഇവിടെ എത്രയാണ്? അവിടെ എത്തിയപ്പോ അത്ര കൂടി. പ്രാവിന് ഇന്നോണ്ടെന്ന് അതുകൊണ്ടാണ് പ്രാവിന് ഇന്നാ ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ അറിയാം. അല്ലെ നമ്മളൊന്നും പോകുമ്പോ ലോബിഡ്സ് കൂടി നോക്കിട്ടാണല്ലോ പോലെ. ഓക്കെ നമുക്കൊക്കെ പള്ളി കഴിഞ്ഞ് വരുന്നുണ്ട്. എന്തായാലും വരട്ടെ. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കടയിലേക്ക് പോവാം. ഫുഡ് കഴിച്ചിട്ട് ഉച്ച ഭക്ഷണം ചിക്കൻ ബിരിയാണി, ചമ്മന്തി, സാലഡ് ഇതൊക്കെ കഴിച്ചിട്ട് വേണം കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. സെറ്റ് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചു. ഇനി നേരെ ഷോപ്പിൽ പോകട്ടോ. റെസിപ്പി ഒപ്പം പോരുന്നുണ്ട്. നമുക്ക് എൻ്റെ ലാപ്ടോപ്പ് ഒന്നുകൂടി ലോഗോണിൽ കൊടുക്കാണ്ട് എന്തോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനുള്ളതാണ്. പോരല്ലോ ഇത്. അപ്പോൾ പായസം എങ്ങനെയുണ്ട്? സൂപ്പർ. നല്ല കിട്ടില്ല സേമിയ പായസം ഉണ്ട്. ഞാനും കുറച്ച് കുടിച്ചു കേട്ടോ. അടിപൊളി ടേസ്റ്റ്. ചെറിയ രീതിയിലേക്കൊന്നും മധുരം കഴിച്ചാൽ കുഴപ്പമില്ല. അതും വെള്ളിയാഴ്ച ആകുമ്പോൾ വെള്ളിയാഴ്ച ബീഫ് വാങ്ങിയില്ലെങ്കിൽ ദീൻ ഇസ്ലാമിന് പുറത്തുനിന്ന് കൊണ്ട് ചേക്കും ഒരു കോമഡിയിൽ പറയുന്നുണ്ട്. അതേപോലെ വെള്ളിയാഴ്ച ബിരിയാണിയൊക്കെ തന്നിട്ട് കുറച്ച് പായസം കുടിച്ച് ഡയറ്റിനൊന്നും പറ്റാൻ പോണില്ല. അതുപോലെ നമുക്ക് ഷോപ്പിലെത്തിരി കേട്ടോ. നമ്മൾ ഷോപ്പിലെത്തിട്ടോ. കട തുറക്കട്ടെ. ഡ്രസ്സ് അവൻ്റെ ലാപ്ടോപ്പ് കൊടുക്കാണ്ട് ലോഗോകളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ആ കടയ്ക്ക് വരും. ഓക്കെ കൊടുത്ത് കാര്യം നോക്കാം. അപ്പോൾ അസറായി. നമ്മൾ രാവിലെ ഓർഡർ എടുത്ത പെട്ടി കമ്പനിയിൽ നിന്ന് മരുന്ന് വന്നു കേട്ടോ. പിന്നെ ഈവനിങ് ഷെഫീഖ ഡോക്ടറാണ് OP-യിലുണ്ടാവുക. നമുക്ക് പള്ളിയിൽ പോയി വരാം. ഓഫാക്കിയുണ്ട്. മൂട് വെച്ച് പോയി വരാം കേട്ടോ. ഫസ്റ്റ് പള്ളിയിൽ പോയിക്കിടെ പോയിട്ടുണ്ട്. എന്നിട്ടേ പോകാം. അപ്പോൾ അസംസ്കാരം കഴിഞ്ഞു. കൊടുത്ത് മാറ്റാം. നമ്മളെ പതിവ് വിത്തൗട്ട് ചായ പറയാം. ഒരു ചായ വിത്തൗട്ട് എടുത്തു കേട്ടോ. നമുക്കിനി ഈ പെട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. എന്നിട്ട് കേട്ടോ ഷെഫീഖോട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് പോയി. OP കഴിഞ്ഞ് പോയി. റെസ്പി ഹിബു വന്നിന്. അപ്പോൾ ഓളി കൊണ്ട് എൻ്റെ സ്കൂട്ടറിൽ പോകുന്നുണ്ട്. ജോലി
വൈകുന്നേരമല്ല രാത്രി വണ്ടൂർക്ക് തന്നെ വരുന്നുണ്ടാവും. എല്ലാവരും വീട്ടുകാരെല്ലാവരും വണ്ടൂർക്ക് വരുന്നുണ്ട്. ഇന്ന് ഡിന്നർ പുറത്തുനിന്നാണ്. ചെറിയൊരു ട്രീറ്റ് റെസ്റ്റ് ചെയ്താലും നാളെ പോവാണ്. അപ്പോൾ ഹിബു ഉണ്ട്, മുഹമ്മദ് ആണെങ്കിൽ ലീവിൽ വന്നത്. മോന് എപ്പോഴും ലീവിൽ വരലില്ല, അപ്പോൾ മോനും വീട്ടിലുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടായ സമയത്ത് ചെറിയ ട്രീറ്റ് എടുത്താൽ കഴിഞ്ഞാൽ രാത്രി ഡിന്നർ പുറത്തുനിന്ന് വണ്ടൂരിന്ന് നമ്മൾ നെൽമ്പൂർ റോട്ടിലുള്ള മലബാർ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടായത് തൊട്ടടുത്ത് ദേവി വിലാസ് പറഞ്ഞിട്ടൊരു പ്യൂർ വെജിറ്റേറിയൻ്റെ ഹോട്ടലുണ്ട്. കഴിഞ്ഞ ദിവസം കളിച്ചെന്ന് തോന്നണം. അപ്പോൾ അവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ലൊക്കേഷൻ മാറുമെന്ന് അറിയില്ല. എന്തായാലും പോലെ വരുമ്പോൾ സ്കൂട്ടർ കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ്. എന്നാലേ നമുക്ക് കിട്ടാണെന്നുണ്ടെങ്കിൽ അതിൽ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്തായാലും റിസോർട്ട്സ് നടത്തി വരേണ്ടി വരും. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കണം. കാണാം. മൈദാബ് കൊടുക്കണം, പള്ളിക്ക് വരട്ടോ. വാസോടെ കൊടുത്ത് പറഞ്ഞിപ്പിച്ച് പോവാം. വലിയ പള്ളി പോരട്ടോ, പള്ളി പോരട്ടോ. വൈകുന്നേരമൊക്കെ ചെറിയ മഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ തോർന്നു. നമ്മുടെ ക്ലോസിങ്ങിന് ടൈമായി. കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടിക്കഴിഞ്ഞു. ചെറുത്ത വിളിച്ചേനു ഒരു ലൈബ്രറിൻ്റെ വാങ്ങാൻ പറഞ്ഞു. ഏട്ടാ ഇപ്പോൾ വരാട്ടോ, അതിൽ വന്ന നമ്പറിൽ വിളിക്കാൻ പറഞ്ഞത്. നമ്മളെ നമ്പർ വെച്ചതിനോട് അല്ല മാനടച്ചോ. അടുത്തൊരു ഇത് വാങ്ങിയിട്ട് വരാം. ക്ലോസ് ചെയ്യാൻ ഷട്ടൊക്കെ താത്തിക്കണം. പോയോട്ടെ. ലേബർ ഇന്ത്യ ഇംഗ്ലീഷ് 8ാം ക്ലാസ്സിൻ്റെ ഉണ്ടോ? അവിടെ സ്റ്റോക്ക് ഇല്ല, ആള് ബ്ലോക്കായി. അവിടെ സാധനം എക്സാം ടൈം ആയതുകൊണ്ട് സ്റ്റോക്കില്ല, കഴിഞ്ഞു. അപ്പോൾ പോകുമ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് പോവാം, അല്ലെങ്കിൽ കിട്ടില്ല. അടക്കാൻ നോക്കട്ടെ. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിട്ടോ. ഓല് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണം. ഇവിടെ ഇറങ്ങിയാണ്ട് റോട്ടിൽ പോയിക്കുക. ഒരു വന്നിട്ട് ഓലപ്പം പോവാം. കശ്മീർ അടുത്ത് പോകുന്നുണ്ടോ? നമ്മൾ അടച്ചിട്ടോ, പോണില്ലേ? പോയി പോട്ടെ, നടന്നു പോട്ടെ, വണ്ടിയില്ല. എങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. യൂട്യൂബ് എടുക്കുക. പിന്നെ കാക്കാനടുത്തുണ്ട്, നമ്മുടെ കാക്കാക്ക് പറഞ്ഞെടുത്തുണ്ട്. ചെറുതായിട്ട് പാറ്റൽ മഴ പെയ്യുന്നുണ്ടോ സംശയം. നമ്മുടെ മുമ്പത്തെ മയൂരി ടീം കാര്യമായിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിക്കൊക്കെ ഒരുപാട് ഭാഗം തള്ളിയെടുത്തു. നല്ലൊരു ബോർഡ് വർക്ക് ചെയ്തത്. മഴയുണ്ട്, പാറ്റൽ മഴയുണ്ട് ഗായ്സ്. ഇനി ഓല് വരട്ടെ, അതോടെ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓലെന്തായാലും അവിടുന്ന് പോന്നിട്ടുള്ളൂ, പോരാൻ നിൽക്കണുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളെ സ്പോട്ടിൽ നടക്കുക. നമ്മൾ ദേവി വിലാസ് പോകാൻ കെട്ടിന് പുതിയതായിട്ട് തുറന്ന്, പക്ഷെ അത് ക്ലോസഡ് ആയിരിക്കണം, ടൈം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നന്ദിനി ഉണ്ട് ഇവിടെ, നമ്മളെ കാളിയാർ റോഡിൽ തന്നെ പ്യൂർ വെജിറ്റേറിയൻ. അവിടേക്ക് പോകാം കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെ അവിടെ നടന്ന് പോവാം. അതിനെ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് വേണ്ടി ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്താലും ഒരു വരുമ്പോൾ തന്നെ കറക്റ്റ് ടൈമിൽ സാധനം കിട്ടിക്കോളും. ഇതിന് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. മഴ പോയി കിടപ്പോൾ അങ്ങോട്ട് നടന്നോട്ടെ. അപ്പോൾ നമ്മളെ സ്പോട്ടിലെത്തിട്ടോ. കാളിയാർ റോഡിലാണ് വരുന്നത്. കാളിയാർ റോഡിൽ പിന്നെ പോരുമ്പോൾ നമ്മളെ പ്രവാസി ഫാസ്റ്റ് ഫുഡിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് കളത്തുകൾ ഫർണിച്ചർ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലാട്ടുക. പോയിക്കണ്ട് സീറ്റും കാര്യങ്ങളും പറഞ്ഞു വെക്കുക. അപ്പോൾ ഇതാണ് നന്ദിനി കഫേ. നന്ദിനിൻ്റെ എല്ലാ പ്രൊഡക്റ്റും കിട്ടും. പോരാത്തിന് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലും കൂടെയാണ്. ഇന്നത്തെ സ്പെഷ്യലൊക്കെ ആക്കണം എഴുതിച്ചാണ്. കാണിച്ചു തരാം. നന്ദിനിൻ്റെ എല്ലാ പ്രൊഡക്റ്റും മിൽക്കുകളുണ്ടാവും, പാൽപ്പൊടി ഉണ്ടാവും, പാലുണ്ടാവും. അപ്പോൾ ഇവിടെ ഇരിക്കാൻ സൗകര്യമുണ്ട്. പിന്നെ ബാക്കിൽ വലിയൊരു ഹാള് പോലെ ബാക്കിലുണ്ട്. അപ്പോൾ നമുക്ക് 18 ആൾക്കാർക്ക് സീറ്റ് വേണം. ഇവിടെ ബാക്കിൽ
റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓല് പോകുന്നുണ്ട്, ഒരു 10 മിനിറ്റ് എത്തും. അപ്പോൾ തന്നെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 18 ആൾക്ക് ഇവിടെ ഇരിക്കാം. ഓല് വന്നിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകട്ടെ, വന്നിട്ട് കാണാം. അൽഹംദുലില്ല ഒരു വണ്ടി എത്തി. അങ്ങനെ നമുക്ക് കയറ്റി പാർക്ക് ചെയ്തോ, വന്നെത്തി. അപ്പോൾ അതിൽ കുറേ എടുക്കാൻ പറ്റും, എടുത്തോളിട്ടോ. വന്നാണ് എവിടെയാണ് മര അവിടെ കേട്ടോ. ഒരു ടീം എത്തി. ബാക്കിയുള്ള വന്നിട്ടെ, ഞാൻ കുറേ നേരം പോലെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ സംഭവം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഫുഡ് എടുക്കാൻ പറഞ്ഞിട്ട് വന്നിട്ട് ബാക്കി കാര്യം നോക്കാം. നമ്മളെ ഈക്കോ ശകടവും എത്തിയിട്ടുണ്ട്. ഷാർപ്പ് നിർത്തികളെ എന്നാൽ പോരി 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 ഇരുന്നിരുന്നു. ഇരിക്കും, ഓരോന്നും ഇപ്പോൾ വരും. ഊത്തപ്പം എത്തിയിട്ടുണ്ട്. ഊത്തപ്പം മസാല ദോശ ഒന്നും ഇവിടെ ഊത്തപ്പം തന്നെയാണ്, ബാക്കി വെയിറ്റ് ചെയ്യാം. നമ്മൾ മസാല ദോശ എത്തിയിട്ടുണ്ട്. നമ്മളെന്താണ് തൈര് വട എത്തിയിട്ടുണ്ട്. തൈര് വട, ദഹി വട അങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിൽ നോക്കാം. സാമ്പാർ എങ്ങനെയുണ്ടേ? പക്ഷേ നാളെ പോവില്ലേ അവസാനത്തെ? ரொம்ப പ്രമാദമായി അത് താനാക്കുമല്ലേ വെറുതെ. ഇതാണ് നന്ദിനി സ്പെഷ്യൽ മസാല ദോശ, മിക്സ്ഡ് മസാല ദോശ. പനീറും മഷ്റൂമും ഒക്കെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ദോശ കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, കോഫി കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, ബില്ല് പോയി നോക്കട്ടെ. കണ്ണ് തള്ളു. ഇത്തിരി ആൾക്ക് കഴിച്ചിട്ട് വെറും 2350 റുപ്യ വന്നിട്ടുള്ളൂ. നോർമൽ റേറ്റാണ്. ആളെണ്ണ 10 റുപ്യൻ്റെ മാത്രം. അല്ല അതെ, ഓന വണ്ടി കയറ്റി ഐസ്ക്രീം 10 റുപ്യൻ്റെ പാസ്സാക്കി. ആ ഉണ്ട്, 10 റുപ്യൻ്റെ കുൽഫി ഉണ്ട്. ആ 10ൻ്റെ ഇതില്ലേ, 10ൻ്റെ ഐസ്ക്രീം ഇല്ലേ, കുൽഫി എന്തോ ഇല്ലേ, അതല്ല അവിടെ ഒക്കെ അവിടെ അതാ നോക്കിയാ. അതായത് ഈ കുൽഫിയൊക്കെ 10ൻ്റെ, ആ 10ൻ്റെ കുൽഫി ഇല്ല. അടക്കടക്ക് വേറെന്തല്ലോ 10ൻ്റെ ഓരോന്നും. ആ പുറത്ത് വെച്ച് കാണിച്ചു കൊടുത്തല്ലേ. ഇതൊന്നും 10അല്ലല്ലോ, എന്നാ 10ൻ്റെ മറ്റേ. അപ്പോൾ മാറ്റേക്ക് കൈയിട പണയം കൊടുത്തോ. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിട്ടോ നോക്കിട്ടോ. എന്നാൽ പോയി കിടന്നോ. അപ്പോൾ വീട്ടിലെത്തി. ഇനി നേരെ പോട്ടെ, നിസ്കരിക്കാണ്ട് നിസ്കരിച്ചിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് കിടക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഇപ്പോൾ കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വീഡിയോ കാണാം. ബൈ.